ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനത് കുറച്ച് പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും ഹസ്ബൻഡും മോനും ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ പാലക്കാടേക്കാണ് പോയത്. അപ്പോൾ കുതിരാൻ തുരങ്കത്തിൽ കൂടിയാണ് പോയത്. അപ്പോൾ കുതിരാൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൂടെ പോണത്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് പാലക്കാട് കൊല്ലങ്കോടുള്ള കുടിലിടുപ്പിലേക്കാണ്. ഒരു ചെറിയ എമൗണ്ട് എൻട്രി ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ നല്ല വേനൽക്കാലത്ത് പോയതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട്. കിച്ചൂട്ടനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയ കൃഷിരീതിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാളവണ്ടി, അതുപോലെ മുള കൊണ്ടുള്ള ഈറമാടവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും, അല്ലെങ്കിൽ ഒരു അത്ഭുതമായിരിക്കും. ഇപ്പോൾ കിച്ചൂട്ടനൊക്കെ തന്നെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം അത്ര തിരക്കില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് ആസ്വദിക്കാനും കുറച്ച് ഏറെ സമയം അവിടെ ചെലവഴിക്കാനൊക്കെ പറ്റി. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഷോ ഓഫും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വക. അവിടെ കുറച്ച് അധികം നേരം തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. ഒന്നും പറയാനില്ല, അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. വേനൽക്കാലം ആയിരുന്നിട്ടും കൂടി അത്രത്തോളം ഭംഗിയുണ്ട്. പ്രകൃതിയും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന മനുഷ്യരും എല്ലാം കൊണ്ടും അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ റീൽസിലും സിനിമയിലൊക്കെ ഒരുപാട് കണ്ട സ്ഥലമാണ്. ഈ വീട് എല്ലാവർക്കും അറിയായിരിക്കും. റീൽസിലൊക്കെ വൈറലായിരുന്നൊരു വീടാണത്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ശ്രീ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കുറച്ചാളുകൾ എന്തോ നേർച്ചയാണോ എന്ന് എനിക്കറിയില്ല, പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, നേർച്ചയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് കുഞ്ഞുങ്ങളില്ലാത്ത അച്ഛനമ്മമാർ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടും. അതുപോലെ
വീടില്ലാത്ത ആളുകൾ വന്നിട്ട് വീട് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വീട് കെട്ടി തൂക്കും. അങ്ങനെയുള്ള വീടുകളും കുടിലുകളുമാണ് ആ ആൽമരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വൈറലായിരുന്ന ചിന്നൻ ചായക്കടയിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങളൊരു ചായയും ഒരു കടിയൊക്കെ കഴിച്ചു. അവസാനമായിട്ട് ഞങ്ങൾ പോയത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. കുറച്ചു നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.